മന്ത്രി സജി ചെറിയാന്റെ മണ്ഡലമായ ചെങ്ങന്നൂരിൽ NDA ഭരണം നേടിയത് 5 ഗ്രാമപഞ്ചായത്തുകളിൽ. ഇതിനു പുറമെ ചെങ്ങന്നൂർ നഗരസഭയിലെ 3 പഞ്ചായത്തുകളിൽ മുഖ്യ പ്രതിപക്ഷമായും BJP വളർന്നു. മണ്ഡലത്തിൽ കാഴ്ചവെച്ച മിന്നുന്ന പ്രകടനം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മേൽക്കൈയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുത്തൻ ആവേശമാണ് NDAയ്ക്ക് നൽകുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പഞ്ചായത്തിലും ജില്ലയിലെ ഏക CPM മന്ത്രിയായ സജി ചെറിയാന്റെ മണ്ഡലത്തിലും BJPക്കുണ്ടായ മുന്നേറ്റം നിലവിലെ കേരള രാഷ്ട്രീയത്തിലെ മാറ്റത്തിന്റെ പ്രതിഫലനമായാണ് വിലയിരുത്തുന്നത്. ഭരണ പ്രതിപക്ഷങ്ങളോടുള്ള അമർഷവും BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന് ലഭിച്ച സ്വീകാര്യതയുമായാണ് ഇതിനെ രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത്. ആലപ്പുഴ ജില്ലയിലെ ഭാരതീയ ജനതാ പാർട്ടി ചരിത്ര വിജയമാണ് നേടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ആലപ്പുഴ സൗത്ത് ജില്ലയിൽ 6 പഞ്ചായത്തുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടായി. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിൽ ഭരണം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ചെങ്ങന്നൂർ അസംബ്ലി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആകെയുള്ള 10 പഞ്ചായത്തിൽ 5ഇടത്തും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണമാണ് ഉള്ളത്. ആകെയുള്ള ഒരു മുനിസിപ്പാലിറ്റിയിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് പ്രധാന പ്രതിപക്ഷമായി വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് 3 പഞ്ചായത്തുകളിൽ പ്രധാന പ്രതിപക്ഷമായും BJP വന്നിട്ടുണ്ട്. ഇത് നൂറുകണക്കിന് പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ മാസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത്തരത്തിലുള്ള വലിയൊരു വിജയം നേടാൻ സാധിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല ഇടതു വലതു മുന്നണികളോടുള്ള കഴിഞ്ഞ കുറേ കാലങ്ങളായുള്ള ജനങ്ങളുടെ അമർഷവും ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചരിത്ര വിജയം നേടാനായിട്ടുണ്ട് എന്നതിന് യാഥാർത്ഥ്യമാണ്. ചരിത്രത്തിലാദ്യമായി ബുധനൂർ പഞ്ചായത്തിൽ BJP വ്യക്തമായ മേൽക്കൈയോടെ ഭരണം പിടിക്കുമ്പോൾ പഞ്ചായത്തിൽ ആദ്യമായി ഭരണം നഷ്ടപ്പെട്ട CPMനാണ് കനത്ത തിരിച്ചടിയാകുന്നത്. പാണ്ടനാട്ടിലും തിരുവൻവണ്ടൂരും ചെന്നിത്തലയിലും BJP വീണ്ടും അധികാരത്തിലേക്ക് എത്തുമ്പോൾ അത് കഴിഞ്ഞ 5 വർഷം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നിട്ടും LDFും UDFും കൈകോർത്ത് ഭരണത്തിൽ നിന്ന് BJPയെ ഒഴിച്ചു നിർത്തിയതിന്റെ പകവീട്ടൽ കൂടിയായി. ആല പഞ്ചായത്തിൽ കൂടി അധികാരം ഉറപ്പിച്ചതിനു പുറമെ ചെങ്ങന്നൂർ നഗരസഭയിലും മുളക്കുഴ, മാന്നാർ, വെൺമണി പഞ്ചായത്തുകളിലും മുഖ്യ പ്രതിപക്ഷമായ BJP വോട്ട് ഷെയറിലും വലിയ മുന്നേറ്റമാണ് ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ കൈവരിച്ചത്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയ്ക്ക് പകരുന്ന ഊർജം ചില്ലറയല്ല. ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് BJPയുടെ നൂറുകണക്കിനുള്ള നിസ്വാർത്ഥരായ പ്രവർത്തകർക്കാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത്. പ്രവർത്തകരുടെ മാസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു വിജയം നേടാൻ സാധിച്ചത്. ഇത് തീർച്ചയായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു ഊർജ്ജമാണ് പ്രദാനം ചെയ്യുന്നത്. ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇത്തരമൊരു മുന്നേറ്റം നടത്താൻ സാധിച്ചു എന്നുള്ളത് നിസ്സാര കാര്യമല്ല. 21% വോട്ട് നേടാനും BJPക്ക് ആയിട്ടുണ്ട് എന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വലിയ സാധ്യതയാണ് കാണിക്കുന്നത്. ഇതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം LDFും UDFും കൈകോർത്ത് BJP അധികാരത്തിലുള്ള പല പഞ്ചായത്തിലും ജനഹിതം അട്ടിമറിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.